ആ സുഹൃത്തുക്കളെ, വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ എല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുപിടിക്കുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഹേ ഗൈസ്, വാട്ട്സ് അപ്പ് ഗൈസ്, വെൽക്കം ടു ആക്ഷൻ ഡ്യൂഡ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം തിയേറ്റർ, നമ്മുടെ വീട്ടിന്റെ അകത്ത് നമ്മുടെ ഹോം തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു പ്രൊജക്ടർ ഉണ്ട്, ചെറിയ പ്രൊജക്ടർ ഉണ്ട്. അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ കയ്യിൽ ചില ഹോം തിയേറ്റർ വീഡിയോസ് ഉണ്ട്. ഹോം തിയേറ്റർ വീഡിയോ എന്ന് വെച്ചാൽ ചിലവരുടെ മനസ്സിൽ പല രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മളെ വീഡിയോയിൽ കൊണ്ടുവന്ന്, അതായത് നമ്മൾ തന്നെ, ഞാനും എൻ്റെ അനിയനും ഒക്കെ ആയിട്ട് ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് നമ്മളൊരു കോമഡി ഫണ്ണി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടാൽ ചിലവർക്ക് എല്ലാവർക്കും ഇഷ്ടമൊക്കെപ്പെട്ടു. അതിൽ കുറെ കമന്റ്സ് ഒക്കെ വന്നായിരുന്നു. ബ്രോ യൂസ് ചെയ്യുന്ന പ്രൊജക്ടർ ഏതാണ്, അത് വാങ്ങിക്കുന്നത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചു. അത് ഗൈസ്, അപ്പോൾ നമ്മുടെ വീട്ടിന്റെ അകത്തിരിക്കുന്ന പ്രൊജക്ടർ ഇപ്പം വാങ്ങിച്ചിട്ട് 2 വർഷമായി. ആ 2 വർഷത്തിന് ശേഷം നമ്മൾ ഒന്ന് ചെറിയൊരു റിവ്യൂ ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, ഹോം തിയേറ്ററിൽ നമ്മുടെ പ്രൊജക്ടർ ഇരിപ്പുണ്ട്. അവിടെ വീട്ടിന്റെ അകത്ത് വെച്ചല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വെളിയിൽ കൊണ്ടുവച്ചായിരിക്കും ചെയ്യുന്നത്. കാരണം വെളിയിൽ ചെറിയ ആംബിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് വീട്ടിന്റെ അകത്തോട്ട് പോയി നമ്മുടെ പ്രൊജക്ടർ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, സോ ഗൈസ്, ഇതേ ഇരിക്കുന്നു. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊജക്ടർ. ഇതാണ് ഇരിക്കുന്നതാണ് ഗൈസ്. ഈ പ്രൊജക്ടറിന്റെ പേരെന്ന് വെച്ചാൽ സെബ്രോണിക്സ് പിക്സാപ്ലൈ 15 എന്ന് പറയുന്ന ഈ മോഡലാണിത്. ഗൈസ്, കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗൈസ് ഒന്ന് വൃത്തിയൊക്കെ ആക്കണം. അപ്പം ഗൈസ്, ഇവിടെ സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഗൈസ് ഓണാണ്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ലെൻസ് ക്യാപ്പ് ഇങ്ങനെ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഊരി ഇവിടെ വയ്ക്കും. എന്നിട്ട് നമ്മുടെ ലെൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്ക്രീൻ ഇപ്പുറത്തുണ്ട്. നമ്മുടെ സ്ക്രീനിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും. ഇൻലൈറ്റിൻ്റെ സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ പ്രൊജക്ടർ ഒന്ന് വെളിയെടുക്കാം. നമ്മുടെ പ്രൊജക്ടറിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ HDMI ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ പോകും ഗൈസ്. ഒന്നും ഒരു വൃത്തിയില്ലാതെ വെച്ചാൽ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം ഗൈസ് ഒരു ദിവസം. വേറെ ഇതിനകത്തൊന്നും കണക്ട് ചെയ്തിട്ടില്ല. HDMI മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. വേറെ ഇതിനകത്തുനിന്ന് ഓഡിയോ ഔട്ട്പുട്ടോ അങ്ങനെയുള്ള തേങ്ങകളും കാര്യങ്ങളും ഒന്നുമില്ല. ഈ ഒരു HDMI കേബിൾ മാത്രമേ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ളൂ. അല്ല, HDMI കേബിളും പവറിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പ്രൊജക്ടർ ഒന്ന് എടുക്കാം. പിന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ പയ്യനാണ് നമ്മുടെ പഴയ പ്രൊജക്ടർ E-Gate i9. ഇത് ഇവിടെ താഴെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ ഒരു മെമ്മോറിയൽ സാധനമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ഗൈസ്, ഇതിപ്പോഴും ഓണായും വർക്കൊക്കെ ചെയ്യുന്ന സാധനമാണ്. പക്ഷേ ഇതിന്റെ അകത്തുള്ള ഡിസ്പ്ലേക്ക് എത്തുന്ന ഒരു സീനായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ എങ്ങനെ ഓണാക്കത്തെ. ഇതൊരു HD പ്രൊജക്ടറാണ്. ഓക്കെ, ഫുൾ HD അല്ലേ. പക്ഷെ ആ സമയത്ത് ഞങ്ങളിത് നല്ല രീതിയിൽ ഭയങ്കര കൗതുകരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണിത്. ഓക്കെ, അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. കൈവേന എടുക്കുന്നു. സെബ്രോണിക്സ് പിക്സാപ്ലൈ 15. ഇതിന്റെ ഒരു ലോങ് ടേം റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ ഇത്ര നാളായിട്ട്, അതൊക്കെയാണ് ഗൈസ് ഈ വീഡിയോയുടെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഗൈസ്. ഓക്കെ, ഹേ ഗൈസ്, നമ്മുടെ പ്രൊജക്ടർ ഇരിക്കുന്നു. നമ്മുടെ പ്രൊജക്ടറുമായിട്ട് നമ്മൾ വെളിയിൽ വന്നു. ഗൈസ്, ഇത് 2 വർഷമായിട്ട് നമ്മുടെ ഹോം തിയേറ്ററിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ് ഇവൻ. ഗൈസ്, നമ്മുടെ സെബ്രോണിക്സ് പിക്സാപ്ലൈ 15. ഗൈസ്, ദേ കണ്ടില്ലേ, നമ്മുടെ ലെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇത്രയെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതും പിന്നെ വേറെ ഒരു പ്രൊജക്ടറും കൂടി ഉണ്ട്, സാറ്റ്കോ എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇത്ര നാളായിട്ട് കൂടുതൽ യൂസ് ചെയ്തത്, അതുണ്ടായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതാണ്. ആദ്യമേ തന്നെ ഇതിന്റെ വിലയൊന്ന് പറയാം. ഈ പ്രൊജക്ടർ സെബ്രോണിക്സിന്റെ സൈറ്റിൽ അവര് 42,999 രൂപയാണ് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കാണിക്കുന്നത്. അത് ഇച്ചിരി ഭയങ്കര കൂടുതലാണ്. ആ ഒരു പൈസയ്ക്കുള്ള സാധനമേ അല്ലേ ഇത്. വേറെ കാര്യമൊന്നുമില്ല, നമ്മുടെ ആമസോണിനകത്ത് ഉള്ള വിലയുണ്ട്. ആമസോണിനകത്ത് ഇത് 16,999 രൂപയ്ക്കാണ് ആമസോൺകാർ വിൽക്കുന്നത്. അന്ന് ഞങ്ങളിത് വാങ്ങിച്ചത് 15 രൂപയ്ക്കാണ്. 15,999 രൂപയാണെന്ന് തോന്നുന്നു. ഇതിന്റെ തന്നെ ഇപ്പോൾ പുതിയ മോഡലുകളൊക്കെ ഉണ്ട്, പിക്സാപ്ലൈ 15. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഇതെടുക്കണമെന്ന് ചോദിച്ചാൽ ഒരു 16,000 രൂപയ്ക്ക് നല്ലൊരു സാധനം തന്നെയാണിത്. ഓക്കെ, നല്ലൊരു ബിഗ് സ്ക്രീനിൽ നമുക്ക് എല്ലാം കാണാം. നല്ലൊരു ക്ലാരിറ്റിയാണ്. ഇതൊരു ഫുൾ HD പ്രൊജക്ടറാണ്. ഇതിൻ്റെ അകത്തിരിക്കുന്നത് LCD പാനലാണ്. നല്ല ഫോക്കസ് ഒക്കെ കിട്ടുന്ന നല്ലൊരു കിഡിൽ ലെൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല റിമോട്ടൊക്കെ നല്ല റെസ്പോൺസീവാണ്. ഫുൾ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പോഴും 2 വർഷമായിട്ട് യൂസ് ചെയ്യുകയാണ്. ഇപ്പോഴും ഇതിനൊരു കുഴപ്പമില്ല. ഇപ്പോഴും ഇതിന് ചെറുതായിട്ടൊക്കെ പൊടിയൊക്കെ പറ്റി ഇതിൻ്റെ അകത്ത്, ഇതിൻ്റെ ഫാനിൻ്റെ അകത്തൊക്കെ ഇച്ചിരി പൊടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ചൊക്കെ ഒന്ന് ഊരിയിട്ടൊക്കെ ഉണ്ട്.
എന്ന് വെച്ചാൽ ഫുള്ളല്ല, ഇതിൻ്റെ ഈ ഒരു മേൽഭാഗം മാത്രം ഒന്ന് ഊരി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കി ഒരു ശ്രമം നടത്തി, പക്ഷെ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ഇത്ര നാളായിട്ട് ഇതിനകത്ത് ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇടയ്ക്ക് വെച്ച് 2022 ലാസ്റ്റ് ആയപ്പോൾ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം വന്നു. എന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് HDMI കുത്തിയിട്ടേ ഓൺ ആവാതെ ഒരു ബ്ലാക്ക് സ്ക്രീനായിട്ട് ഇരിക്കുകയായിരുന്നു. സെബ്രോണിക്സിൻ്റെ സൈറ്റിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി അവർ എടുത്തൊന്നുമില്ല. എന്നിട്ടും ഇത് തന്നെ തനിയും ശരിയായി ഗൈസ്. ഒരു പനി വന്നിട്ട് തനിയെ മാറത്തില്ല, അതുപോലെ മാറിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങളിപ്പം ഒരു റെൻറ്റിന് താമസിക്കുന്ന വീടാണ്. അപ്പോൾ ഈ വീടിന് എന്തെങ്കിലും ഇതൊക്കെ മതി. ഞങ്ങളുടെ ചെറിയൊരു റൂമാണ്, ആ റൂമിന് ഇതന്നെ മതി. അത്യാവശ്യം നല്ല വലുതായിട്ട് മൂവീസും ബാക്കി എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഒന്നും കൂടി ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു ഒന്ന് ഞാൻ പറയാം. ഇത് ഗൈസ് ഒരു LED പ്രൊജക്ടറാണ്. ഇന്ന് LED എന്ന് വെച്ചാൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ അകത്തൊരു ലൈറ്റ് ഉണ്ട്, അതിനാണ് LED എന്ന് പറയുന്നത്. LED ലൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഇതിന്റെ അകത്തുള്ള സ്ക്രീൻ അതൊന്നും LED ഒന്നും അല്ല. ഇതിന്റെ അകത്തുള്ള ലൈറ്റ് ആണ് LED എന്ന് പറഞ്ഞത് ഗൈസ്. ഇതിന്റെ അകത്തുള്ള സ്ക്രീൻ LCD പാനലാണ്. അപ്പോൾ ഈ ഒരു LED ലൈറ്റിന് ഒരു ലാമ്പ് ലൈഫ് ഒക്കെ ഉണ്ട്. എത്ര ലാമ്പ് ലൈഫ് എന്ന് വെച്ചാൽ ഒരു 42 അത്ര ഹവർ ലാമ്പ് ലൈഫ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഇത് ഓണാക്കി വെച്ചിട്ട് ചോറ് കഴിക്കാൻ പോയി അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് ഓണായി കിടക്കുമായിരുന്നു. അങ്ങനെ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത്രയൊന്നും ആയിട്ട് ഇതിനൊരു കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഇത് സ്റ്റിൽ വർക്കിംഗ് ആണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇതിന്റെ അകത്തുള്ള സ്ക്രീനകത്ത് ചെറിയ പൊടിയൊക്കെ ഇങ്ങനെ ഒരു കുത്തായിട്ട് പൊടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു. അതിന്റെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഇതിനകത്ത് വേറെ ഒരു പരിപാടിയും പറ്റിയിട്ടില്ല. പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ 2022 ലാസ്റ്റ് ഡിസംബർ മാസം ഇതിന് ചെറിയൊരു കുഴപ്പം പറ്റിയായിരുന്നു. അതെന്തോ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ ഓൺ ആക്കുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേയിലൊന്നും വരുന്നില്ല. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ സെബ്രോണിക്സിന്റെ സൈറ്റുകാരെ ഒന്ന് വിളിച്ചു നോക്കി, അവർ മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ ഗൈസ് ഇത് തന്നെ വിചാരിച്ച് ഇത് തനിയും ശരിയായി. ഒരു പനി വന്നിട്ട് തനിയെ മാറത്തില്ല, അതുപോലെ തനിയെ മാറിപ്പോയി ആ വിഷയം. പിന്നെ അന്നോട്ട് ഇതുവരെ ഇതിന് ഒരു വിഷയം പറ്റിയിട്ടില്ല, എല്ലാം പക്കാ വർക്കിംഗ് ആണ്. ഇതൊരു സ്പീക്കർ ഉണ്ട്, ഒരു മോണോ സ്പീക്കറാണ്. അത്യാവശ്യം യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ നല്ല അത്യാവശ്യം ലൗഡൊക്കെ ഉള്ള സ്പീക്കർ ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ഡോൾബി ഓഡിയോന്റെ ഔട്ട്പുട്ടൊക്കെ ഉണ്ട്. ഇതിനാണോ എന്തോ ഒരു ഹെഡ്സെറ്റ് പോർട്ടിനകത്തുണ്ട്, അത് കുത്തുമ്പോൾ ഡോൾബി ഓഡിയോ കിട്ടുന്നതാണോ എന്നറിയില്ല. ഇപ്പോൾ പ്രൊജക്ടറിന്റെ സൗണ്ടിലാണ് കേട്ടോണ്ടിരുന്നത്. ക്വാളിറ്റി കണ്ട, ഇത്രയും ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ കോഡ്സില്ലാത്ത ന്യൂ എംപയർ ആണ് ഇട്ടിരിക്കുന്നത്. അടിപൊളി സംഭവമായിട്ട് കാണുന്നുണ്ട്. നല്ല കളേഴ്സും ഒക്കെ ഉണ്ട് ഗൈസ്. വാ, അടുത്തോട്ട് വരുമ്പോൾ പിക്സൽസ് നമുക്ക് കാണാൻ പറ്റും പ്രൊജക്ടറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ. ഗൈസ് ഇപ്പോൾ ഇതുപോലെ സൗണ്ട് ഇല്ലാത്തതെന്ന് വെച്ചാൽ ഹോം തിയേറ്റർ ഓൺ ആക്കിയിട്ടില്ല, അതാണ് സൗണ്ട് ഇല്ലാത്തത്. ഇപ്പോൾ പ്രൊജക്ടറിൻ്റെ സ്പീക്കറിൽ തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ ഗൈസ് ഇതിനകത്ത് 6300 ലൂമൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇതിന്റെ ലൂമൻസ് എന്ന് പറയുന്നത് ആൻസി ലൂമൻസ് ആയിരിക്കും അതിന്റെ ആക്ച്വൽ കണക്ക് എന്ന് പറയുന്നത്. പിന്നെ ഗൈസ് 4K വീഡിയോ ഇതിനകത്ത് 4K പ്രൊജക്ടർ അല്ല, ഇതൊരു ഫുൾ HD പ്രൊജക്ടർ ആണ്. പക്ഷേ 4K വീഡിയോ കാണാൻ പറ്റും. 4K ഫൈൽസ് എല്ലാം സപ്പോർട്ടഡ് ആണ്. ഇതിന്റെ അകത്ത് ഇട്ട് 4K കാണാൻ പറ്റത്തില്ല. അല്ലാതെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ക്ലാരിറ്റിയുടെ സെറ്റിംഗ്സിൽ ഒരു 4Kയുടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും, ചെറിയൊരു ഷാർപ്പായിട്ടുള്ള നല്ലൊരു വീഡിയോ. പിന്നെ ഇതിന്റെ റിമോട്ട് വെച്ച് തന്നെ നമുക്ക് ഇതിനകത്ത് ഇതിന്റെ പിക്ചർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പിക്ചറിന്റെ കോൺട്രാസ്റ്റ്, ഷാർപ്നെസ്, ബ്രൈറ്റ്നെസ് അങ്ങനെയൊക്കെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഗൈസ് നമുക്ക് ഇതിനകത്ത് 180 ഇഞ്ച് വരെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പം നമ്മുടെ സ്ക്രീൻ ഒരു 100 ഇഞ്ചിൻ്റെയാണ്, 100 ഇഞ്ചാണ്. അപ്പം ഞങ്ങൾ ഗൈസ് ഇവിടെ റെന്റ് താമസിക്കുന്ന വീടായതുകൊണ്ട് ചെറിയൊരു റൂമാണ്. ആ ഒരു റൂമിൽ പറ്റിയ ഒരു പ്രൊജക്ടറാണ് ഇത്. അതാണ് ഞങ്ങൾ ഇപ്പോഴും ഒരു പുതിയ ഒരെണ്ണം വാങ്ങിക്കാത്തത് ഗൈസ്. ഇതിനും അപ്പുറമുള്ള വാങ്ങിക്കാൻ ഇരുന്നതാണ്, പക്ഷെ ഞങ്ങൾക്ക് പ്രൊജക്ടറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. അവസാനം ആമസോണിൽ ഇതിനങ്ങനെ കണ്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിനും അപ്പുറം ഞങ്ങളൊരു പ്രൊജക്ടർ വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇത്ര നാൾ കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ഗൈസ്. അപ്പം ഇത് നമുക്ക് 180 ഇഞ്ച് വരെ സ്ക്രീൻ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. പക്ഷേ 180 ഇഞ്ചൊക്കെ ചെയ്താൽ ഒരു ബ്രൈറ്റ്നെസ് ചിലപ്പോൾ കുറയും. ഇപ്പം തന്നെ 100 ഇഞ്ചിൽ തന്നെ ഭയങ്കര ബ്രൈറ്റ്നെസ് ഒന്നുമില്ല, എന്നാലും ഭയങ്കര കുറവല്ല, ഒരു ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന ബ്രൈറ്റ്നെസ് ആണ്. പിന്നെ ഈ സ്മൈറാകാസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് എന്ന് വെച്ചാൽ ഫോണിൻ്റെ സ്ക്രീനിനകത്തോട്ട് ഷെയർ ചെയ്യുന്ന രീതി. വലിയ സ്ക്രീനിൽ നമുക്ക് ഗെയിം കളിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസ് വീഡിയോസൊക്കെ ഇട്ട് വലിയ സ്ക്രീനിൽ കാണുകയും ഒക്കെ ചെയ്യും നമ്മുടെ ഫോണിൽ നിന്ന്. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണായാലോ ഐഫോൺ ആയാലോ ഇതിനകത്ത് കണക്ട് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ട്. ഇടയ്ക്ക് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ ഹെഡ്സെറ്റൊക്കെ ഇതിനകത്ത് കണക്ട് ചെയ്ത് കാണാറൊക്കെ ഉണ്ട്. ഒരു HDMI പോർട്ട്, 2 USB പോർട്ട്, ഒരു ഓക്സിന്റെ പോർട്ടും പിന്നെ ഒരു AVയുടെ പോർട്ടുമാണ് ഇതിനകത്ത് പോർട്സുകൾ വരുന്നത്. ഓക്കെ, പിന്നെ ഗൈസ് ഇതിനകത്ത് ആപ്സിന്റെ സപ്പോർട്ട് ഉണ്ട്.
എന്ന് വെച്ചാൽ ഗൈസ് ഇതിനകത്ത് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നോക്കുക ഗൈസ്, ഇതൊരു സ്മാർട്ട് പ്രൊജക്ടറാണ്. വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് നമുക്ക് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണാൻ പറ്റും. 1080p നെഗറ്റീവ് റെസൊല്യൂഷനാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. ഓക്കെ, എല്ലാം പറഞ്ഞു തോന്നുന്നല്ലേ ഗൈസ്? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, മാങ്ങയും തേങ്ങയൊക്കെ. സോ ഗൈസ്, അപ്പോൾ ഈ പ്രൊജക്ടർ നിങ്ങൾക്ക് വാങ്ങിക്കണോ? ഞാൻ അടിച്ചങ്ങ് ഏൽപ്പിക്കുകയല്ല, എന്നാലും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഒരു ചെറിയൊരു വിലയിൽ നല്ലൊരു പാക്കേജാണ് നമുക്ക് കിട്ടുന്നത് എന്നൊരിത് വരും. അപ്പോൾ ഇതിനെനിക്ക് മെയിൻ അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഒരു ക്യൂട്ട് ഡിസൈനാണ്. ക്യൂട്ടായാലും ഒരു പ്രൊഫഷണൽ ഒരു പ്രൊജക്ടറിൻ്റെ ലുക്ക് ഇതിനകത്തുണ്ട്. അതാ ഇതിൻ്റെ ഡിസൈൻ. ഇതിൻ്റെ ലെൻസ് പ്ലേസ് ചെയ്തേക്കുന്നത് ഇവിടെ ആയിട്ടാണ്. പിന്നെ ഇവിടെ ഇതിന്റെ റിമോട്ട് സെൻസർ ഉണ്ട്. പിന്നെ കുത്തായിട്ടുള്ള ഒരു ഡിസൈൻ. ഇവിടെ ആയിട്ട് ഇതിന്റെ ചൂട് വന്ന ഫാൻ ഇരിക്കുന്ന സംഭവം ഗൈസ്. പിന്നെ ഇവിടെ ആയിട്ട് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്, ലെൻസ് അഡ്ജസ്റ്റ്മെന്റ് സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ മേളിലായിട്ടാണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. ടച്ച് ഒന്നുമല്ല, ഇങ്ങനെ സൗണ്ട് വരുന്ന സ്വിച്ചൊക്കെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ. എനിക്ക് ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. വലിയ സാധനമല്ല, എന്നാലും ചെറുതുമല്ല. ഒരു പോർട്ടബിൾ പ്രൊജക്ടർ ഒന്ന് വിളിക്കാം ഗൈസ്. ഇതേ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ സാധനം ഗൈസ്. ഇത്രയൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് നമ്മുടെ വീഡിയോയുടെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു 2000 രൂപയും കൂടി കുറച്ച് 10,000 രൂപയ്ക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഗൈസ്. ഇത് അങ്ങനെ പറയേണ്ട സാധനമല്ല, ഇത് പ്രൊജക്ടറാണ്. ഇതങ്ങനെ മാർക്കറ്റ് ഓഫ്ലൈനിലൊന്നും കിട്ടാത്ത സാധനമാണ്, ഓൺലൈനിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ എനിക്ക് നിലവിൽ ആമസോണിൽ മാത്രമേ ഉള്ളതെന്ന് തോന്നി. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയില്ല. അപ്പം വാങ്ങിക്കും ഗൈസ്. അപ്പം നിങ്ങൾ കുറേ പേര് ചോദിച്ചായിരുന്നു, നിങ്ങൾ വാങ്ങിച്ചോളൂ, നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാനും കൂടി റെക്കമെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. വാങ്ങിക്കുന്നതിൽ ഒരു കുഴപ്പമൊന്നുമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ഇതിൽ നിന്ന്. പക്ഷേ ഇടയ്ക്കൊരു യൂട്യൂബിൽ ഏതൊരു കമൻറ്റ് വന്നായിരുന്നു, ആർക്കോ പ്രശ്നം വന്നു, ഇത് ഓണാവാതിരിക്കുമോ എന്തോ പറഞ്ഞായിരുന്നു. അതെനിക്ക് കുറച്ച് അറിയത്തില്ല. പക്ഷേ എനിക്ക് ഇത്രയും വർഷമായിട്ട് ഞാൻ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഞാൻ പ്രശ്നം പറ്റിയത് പറഞ്ഞല്ലോ, അല്ല നമ്മൾ ഒന്നും പറയാതിരിക്കുന്നില്ല. ഒരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം പറ്റി, പക്ഷെ അത് തനിയെ ശരിയായി. ഇത്രേ പറയുന്നുള്ളൂ. ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം, അടിപൊളി സാധനമാണിത്. ഓക്കെ, അപ്പം ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ചെറുക്കന് ഇവിടെ സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇത് തിരിച്ച് നമ്മുടെ ഹോം തിയേറ്ററിൽ കൊണ്ടുവയ്ക്കണം. എനിക്ക് ഗൈസ് ഭയങ്കര പ്രൊജക്ടർ, ഹോം തിയേറ്റർ, സ്പീക്കേഴ്സ് ഒക്കെ പ്രാന്തുള്ള ഒരു തന്നെയായിരുന്നു. ഇപ്പോഴും അതുണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെയുള്ള കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ വെച്ചാൽ എൻ്റെ പേര് രാഹുൽ മനോജ്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, എല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, പർച്ചേസ് ലിങ്ക് താഴെ കൊടുത്തേക്കാം. പിന്നെ സോയാ, നിങ്ങളുടെ ഇഷ്ടം, വാങ്ങിക്കാം, ഞാനും വാങ്ങിച്ചോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്, സീ യു സൂൺ.